ഹലോ ഗായ്സ്, അപ്പോൾ ഗ്ലോക്സിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നമ്മുടെ ഒരു പാർട്ണറെ കാണാൻ വേണ്ടി വന്നേക്കണേ, ഗോഡ്സിനെ കാണാൻ വേണ്ടി വന്നേക്കണേ. അവൻ്റെ ലിഗമെൻറ്റിൻ്റെ സർജറി ഒക്കെ ഇനി സെറ്റായിരിക്കണേ. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഗോഡ്സിൻ്റെ അനിയത്തിയുണ്ട്, ഗോഡ്സിൻ്റെ അനിയത്തിയുടെ കൊച്ചുമുണ്ട്. അപ്പോൾ നമുക്ക് കൊച്ചിൻ്റെ പേര് എന്താണെന്ന് അറിയാം. പേര് പറഞ്ഞേ? ഇസ. ഇസ. ഒരു ഹായ് കൊടുത്ത് എല്ലാവർക്കും. ഹായ്. ഹായ് കൊടുത്ത് സാധനമൊക്കെ താഴ്ത്ത്. അപ്പോൾ നമുക്ക് ഗോഡ്സിൻ്റെ വീട്ടിലോട്ട് പോകാം. ബാ, ഇതേ നമ്മ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് ഗോഡ്സിന് വേണ്ടി. ഒന്നുമില്ല, വെറുതെ അവൻ്റെ അനിയത്തിയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളോട്ട് കയറിയിട്ട് വിശേഷങ്ങൾ അറിയാം. ആ ഇതേ നമ്മ ഗോഡ്സിൻ്റെ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഗോഡ്സിൻ്റെ അനിയത്തിയും വെച്ചുകൊണ്ട് എങ്ങനത്തെ സിറ്റുവേഷനിലാന്ന് നോക്കാം. ഗോഡ്സ് ഇതെന്താണിത്? ഗോഡ്സ് അതെ ഫ്രൂട്ട്സ് ഉണ്ട്, ഇനി കിട്ടിയില്ലെന്ന് പറയരുത് ഫ്രൂട്ട്സ് ഒക്കെ. അയ്യോ കണ്ട കൊച്ചു കരയണണ്ട, കരയണ്ട, മാമനുണ്ട് ഇവിടെ. എന്തിനാ കരയണ? ആ ഗോഡ്സന്റെ കൊച്ചു കൊണ്ടുപോണത് നിനക്ക് വേണ്ടെന്ന്, നീ പോടാ. എല്ലായിടത്തും നോക്കോ, എല്ലായിടത്തും നോക്കോ. ആ കൊണ്ടോക്കോ. അവന് കൊടുക്കണ്ട, അവൻ ദുഷ്ടനവൻ. ആ ഞാൻ അലങ്കയുണ്ട്. ശരി, അലങ്കയുണ്ട് ഇവിടെ. അത് നമുക്കിത് കോട്സിന്റെ കാല് നമുക്ക് നോക്കാം. കാണിച്ചേ കോട്സ് കാലി. വേണ്ട, അതേ നോക്കി. അശൂ, എന്റെ ദൈവം, എന്താണ് ഈ കാണണമ്മ? ആ ഇതും വേണോ? ആ കൊണ്ടോക്കോ. ഇത് അങ്ക കൊണ്ടുവന്ന ഗുഡ് ഗേൾ. കുറച്ചെല്ലാം പോടാ. അപ്പൊ കഴിച്ചത് നമ്മതേ ആളുടെ അടുത്ത് ഇരുത്തലുണ്ട്, അടുത്തുണ്ട് ആള്. അപ്പൊ എന്താ ശരിക്കും പറ്റിയത് എല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തു. ആക്ച്വലി എന്താ, ഫുട്ബോൾ കളിച്ച് പണ്ട ചെറുപ്പത്തിൽ ഓരോരോ വികൃതികൾ ഗോഡ്സൺ കാണിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഇതിനൊന്നും പൈസ റിച്ചാ നീ. എൻ്റെ അല്ല, കഴുകിട്ടിന അല്ല. ഇത് കഴിഞ്ഞ ദിവസം വീട്ടിൽ കൊണ്ടുവന്നാ. അപ്പൊ ആ അതെ, ഗോഡ്സന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ അതേ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഇട്ട് കഴിക്കും, ഇങ്ങനെ കൊണ്ടുവന്നേക്കാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശോകം കാണാൻ ഭംഗി മാത്രമേ ഉള്ളൂ. അതന്നെ, ഡ്രാഗൺ ഫ്രൂട്ട് കാണാൻ ഭംഗിയുണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് കണ്ടോ, ഇത് കാണാനും ഭംഗിയുണ്ട്, ഉള്ളിലും ഭംഗിയുണ്ട്. അപ്പൊ നീ അത് പറയാണ്ട് നീ വിശേഷം പറഞ്ഞു. നമ്മ എന്ത് കുറച്ചാൾ മുമ്പ് ഫുട്ബോൾ കളിച്ച് ഫുട്ബോൾ കളിച്ച് അടി ലിഗമെന്റ് തെറ്റി ഒരു സർജറിയും കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കണ്. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് ഇവൻ എന്നിട്ടാണ് ഈ സാധനം ചെയ്ത് എന്നിട്ട് ഇവൻ വെച്ചുകൊണ്ടിരുന്നത്. അതായത് ഇങ്ങനെ ചെയ്യാണ്ട് ഇപ്പം മാറുമെന്ന് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീടാണ് അത് വലുതായപ്പോഴേക്കും അവന് ബോധ്യം വന്നവന്. അല്ല, പിന്നെ നമുക്ക് ഒന്നും ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലും, അതായത് ഇപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും ഫുട്ബോൾ കളിക്കണമെങ്കിൽ എവിടെയെങ്കിലും പെട്ടെന്ന് ഇപ്പൊ ഓടണമെങ്കിൽ എന്തെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലിഗമെന്റ് അമ്മയൊക്കെ മെയിൻ പ്രശ്നമാണ്. പിന്നെന്താ, നേരാണ്ട് കൈയോടാണ് ചെയ്ത്. അങ്ങനെ കൈയോടാണ് ചെയ്തപ്പോഴേക്കും ആളങ്ങാടി ഇപ്പൊ കിടപ്പിലായി. ഇവനെ പോലെ തന്നെ കിട്ടിക്കഴിഞ്ഞതാണ്. ഇതാണ്ട ആർക്കും വാങ്ങിച്ചോണ്ട് അപ്പോഴും ആരാ തിന്നത്. അങ്ങനെ ഞാൻ നോക്കണ്ട എന്നോട് ആപ്പിൾ ടേസ്റ്റ് ഉണ്ടോന്ന്. അത് പോട്ടെ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ഹോസ്പിറ്റലിലെ വിശേഷങ്ങളൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വിശേഷം? എന്ത് സംഭവമൊക്കെ സെറ്റായിരുന്നു. നേരെ നമ്മൾ ചെന്ന് അന്ന് ദിവസം വൈകിട്ടല്ല, പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ്. അത് പിറ്റേ ദിവസം വൈകിട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഫുൾ ICUയിൽ കിടത്തി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ കിടന്ന് അങ്ങനെ 3-ാം ദിവസം 4-ാം ദിവസം എന്തോ തിരിച്ച് വീട്ടിലോട്ട് എത്തിച്ച്. ഇപ്പം കളിക്കില്ല. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം 2 ആഴ്ച എന്തോയി. 2 ആഴ്ച സ്റ്റിച്ചൊക്കെ കഴിച്ച് ഇപ്പം ഏകദേശം സെറ്റാണ് കാല്. ഇനി കാലിനെ എക്സസൈസ് ചെയ്യണം, മടക്കി തിരിച്ചും മടക്കി. അതായത് കാലില് ഇപ്പം സ്റ്റിച്ചൊക്കെ അയച്ചിട്ടുണ്ട്. ഇപ്പം അവൻ ഇൻസാൻ ഇട്ടേക്കണം. എന്തോ ഇപ്പം ഒന്നുമില്ല, സ്റ്റിച്ച് അഴിച്ച് ഇപ്പം ജസ്റ്റ് ബെൽറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതെങ്ങനെയാണ്? ഇത് എവിടെ നിന്നാണ് എടുത്താൽ ലിഗമെന്റ് സാധനം അവിടെ നിന്ന് എടുത്താൽ? കാലിൻ്റെ ഓരോ ഇത് എൻ്റെ അടുത്തത് ആംഗിളിൻ്റെ ഭാഗത്ത്, ചിലരുടെ പല സ്ഥലത്ത് എൻ്റെ ആംഗിളിൻ്റെ അവിടെ. നമുക്ക് പുറത്തുനിന്നുള്ളത് ഇംപ്ലാന്റ് ചെയ്യാം വേണമെങ്കിൽ, ഫൈബറിൻ്റെ എന്തോ ഇതുണ്ട്. പക്ഷേ അങ്ങനെ എന്തോ കണക്കൊക്കെ ഉണ്ട്, അവരൊന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് അങ്ങനെയാണ്. അപ്പം അത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മേത്തുനിന്ന് എടുക്കണ ലിഗമെൻ്റ് അത്രയും ക്വാളിറ്റി ഉണ്ടാവത്തില്ല.
മനസ്സിലായില്ലേ? ആ പിന്നെയും പെട്ടെന്ന് പൊട്ടിപ്പോവാ. എന്തായാലും ഇത് കാലി തന്നെ ഉള്ളതല്ലേ, അവിടെ വെക്കാട്ടങ്ങാണ്ട്. ആദ്യം നേരം ഹോസ്പിറ്റലിൽ ഉണ്ടായില്ല ആള്, ഒരു രണ്ട് മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നേരം കൊണ്ടു ഇപ്പൊ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരിപ്പ്, വീട്ടുകാർ ബുദ്ധിമുട്ടിച്ചിരിപ്പ്, പണിക്കൊന്നും പോകാം പോവാൻ പറ്റില്ലല്ല. പിന്നെ അവർക്ക് ഇത് ഭയങ്കര സീനാണ്ട് കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പ ഞാനിപ്പോ ഇങ്ങനെ ഇതിപ്പോ ഇവനെ ഇങ്ങനെ കളിയാക്കണോ, പക്ഷെ ഇത് എത്രത്തോളം വേദന എടുക്കണം നമുക്ക് അറിയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാല് എങ്ങനെ അത് നിൽക്കണ്ട അറിയോ, അതല്ലേ പറഞ്ഞ. അപ്പൊ എന്താ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെന്താ സംഭവം വേറൊന്നുമില്ല, ഇതൊക്കെ തന്നെ. പിന്നെ എല്ലാം കഴിച്ചപ്പോ വെറുതെ ഇപ്പൊ രാവിലെ എണീക്കുക, പല്ല് വെക്കുക, ഭക്ഷണം കഴിക്കുക, പിന്നെ അവിടെ ഇരിക്കുക, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക, കിടക്കാതിരിക്കുക, അതൊക്കെ തന്നെ. പിന്നെ മറ്റേ കുറച്ച് മറ്റേ തലവേദന, മൈഗ്രീൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ട്, അതൊക്കെ റിട്ടേൺ വന്നു. ഇപ്പൊ മൈഗ്രീൻ്റെ തലവേദനയും കാര്യങ്ങളൊക്കെ അല്ല. പിന്നെ നിനക്ക് എന്താ പരിപാടി? എന്താ ഇപ്പൊ ഗോഡ്സിനായിട്ട് വന്ന ഇപ്പൊ ആരും പുറത്തിറങ്ങാറില്ല. ഞങ്ങൾ പോയാ ഞങ്ങളുടെ സ്ഥലത്ത് ഇങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ പോയി നിൽക്കും, അതേ ഉള്ളൂ. ഗോഡ്സിനെ കാണാൻ ഒരു ഫോമാറ്റിക്ക് വരാറുണ്ട് ഇടക്കിടക്ക്, അല്ലാണ്ട് വരാറില്ല. പിന്നെ ഇതിനൊപ്പം പെങ്ങളും കൊച്ചൊക്കെ വന്നിട്ടുണ്ടായി. അവക്കാണെങ്കിൽ ഉറക്കപ്പിച്ചുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ അല്ലട്ടാ. ഇവനെ കണ്ടോണ്ടാണ് കരഞ്ഞത് കൊച്ചി. അവന് ഈ വികൃഷ്ടമായ മുഖം കണ്ടിട്ടാണ് താടി കളഞ്ഞ്. താടി പിന്നെ സംസാരിക്കാം അതിനെപ്പറ്റി ഇപ്പൊ പറഞ്ഞു. അല്ല, സർജറിക്ക് എന്നാ താടി പഠിക്കണം എന്നൊക്കെ പറയും. എന്തിനാണ് ഒരു ഉപകാരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും അത് ഞാൻ ഏൽപ്പിച്ച വെറുതെ ഇവ താടി പണ്ടുലിന്ന് അറിയതാ. താടി ഇത് കൊഴിഞ്ഞോളം പ്രാർത്ഥനയാണ് ഇതിന്. ഞാൻ താടി എന്തിനാ കോളേരാത്തോണ്ട് കൊടുത്താത്ത. പക്ഷെ ഇപ്പൊ വന്നിട്ടോ അതുണ്ടോ ഞങ്ങൾക്ക് ഒരു നിങ്ങൾ അടി കമന്റ് ചെയ്യും, താടി ഉള്ളതാണ് താടി ഇല്ലാത്ത താടി കമന്റ് ചെയ്യും. റൊണാൾഡോക്ക് താടി ഉണ്ടാകും, മെസ്സിയൊക്കെ ഉണ്ട്, സമ്മതിച്ച്. റൊണാൾഡോ മെസ്സി ഫാനല്ലേ? ഞാൻ റൊണാൾഡോ ഫാനാ, ഈ കാലത്ത് റൊണാൾഡോ ഫാനാ. എന്ത് പറയാനായിട്ടാ ഇത് റെസ്റ്റ് എത്ര നാളുണ്ടാവും? പിന്നെ 2 ആഴ്ച പിന്നെ ഹോസ്പിറ്റലിൽ പോകണം. അതിന് 2 ആഴ്ച പിന്നെ ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ കാര്യങ്ങൾ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വർക്കിൻ്റെ അവിടെ ES ഉണ്ടായി. ഞാൻ അത് ദൂരം ചെയ്തത്. അപ്പൊ അതുള്ളതാണ് നല്ല ഭാഗ്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ചെയ്യണമെങ്കിൽ എത്ര 2-ന്റെ വരും. 1.5-2 നമുക്ക് മൊത്തം എമൗണ്ട് തന്നെ വരണതാണ്. ഈ ESI ആ സംഭവം ഉള്ളതാണ് നമ്മൾ രക്ഷപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതില്ലെങ്കിൽ അവിടുത്തെ അവസ്ഥ ഇത്രയും പൈസ ഇറക്കി നമ്മൾ ചെയ്യേണ്ടി അല്ല. നമുക്ക് എന്ത് ES എന്നല്ല, നമുക്കൊരു ESനേക്കാളും ബെറ്റർ നമുക്ക് ഇതൊരു ഇൻഷുറൻസ് ഒക്കെയാണ്. ES ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു 1/3 നമുക്ക് ഫണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ ഇൻഷുറൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ അത് മാച്ച് ചെയ്താണ് പൊക്കോളും കറക്റ്റായിട്ട്. പ്രൊമോഷൻ സംഭവം ശരിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു എടുത്തു വെക്കണം നല്ല. കാരണം വെച്ചാൽ എപ്പോഴാണ് എന്താ പറ്റില്ല നമുക്ക് അറിയാൻ പോവാം. അപ്പൊ ഭീമമായ എമൗണ്ട് നമുക്ക് പിരിച്ചു കൊടുക്കാണ്ട് കുറച്ച് എമൗണ്ട് മാത്രം നമുക്ക് കൊടുക്കാണ്ട് വരാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ. കഴിഞ്ഞത് ഞങ്ങൾ ലോകമുണ്ട് സൂപ്പർ പടം. ഈ കാല് വയ്യാണ്ട് കിടക്കൂലേ ആ സമയത്തൊക്കെയാണ് ഇമാതിരി പടങ്ങൾ ഇറങ്ങുക. ഇപ്പൊ ലോകേ ഹൃദയപൂർവ്വം 2-നും പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഞാൻ കാല് നന്നായി ഒന്ന് പോകാൻ നിൽക്കുന്ന സമയമ്പോഴേക്കും 2 OTT വരും. ഞാൻ സ്ട്രക്ചറിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ. പക്ഷേ സ്ട്രക്ചറിന്റെ സീറ്റ് ഇല്ല തിയേറ്ററിൽ. ഞാൻ എന്ത് ചെയ്താ എനിക്ക് പറയാനൊന്നും കിട്ടില്ല. അത് വന്നിട്ട് ഇത് കഥ പറയാതിരിക്കണായിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ മടക്കാനൊന്നും പറ്റൂല അധികം. അല്ലേ? കുഴപ്പമില്ല. ഇപ്പൊ ഇത് അധികം നമ്മളിപ്പോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുകയും വേണം. അങ്ങനത്തെ എന്താ പറഞ്ഞ ഡോക്ടർ റെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ? അതിന് കുറച്ച് ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കുണ്ടോ കഴിച്ചു ഞാൻ ഇപ്പം അത്രയും പറഞ്ഞാൽ കഴുകാത്ത ആപ്പിളാണ്. അവന്മാരൊക്കെ മറ്റേ വല്ല മരുന്നൊക്കെ അടിച്ച് വല്ല സാധനം ഒരു കൂടും. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പോണ വഴിക്ക് വല്ല കുഴഞ്ഞും വീണെന്ന് പറ്റിക്കഴിഞ്ഞാൽ ലാത്തത് എൻ്റെ മെഡലിക്കാവും. കൊണ്ടോട്ട പോലീസുകാർ എന്തിന്? ഇതിനകത്ത് എൻ്റെ കൈ ഇപ്പോഴൊന്നുമില്ല. എല്ലാം നീയെല്ലാം വാങ്ങിച്ചോണ്ട് വന്നാ. ഇവിടെ വീട്ടുകാർ ഫുള്ള് തെളി പറഞ്ഞ വീട് ഫുള്ള് തെളി. അപ്പോഴാണ് എന്താ അടുത്ത കഴിക്ക് വേണ്ട ഞാൻ കൊണ്ടുപോകോളാം. ഇതിന് എത്ര 290 ഇതാ മറ്റേ ജംഗ്ഷനിൽ മറ്റേ 100 രൂപ മറ്റേ ഒരു വണ്ടിയിലിട്ട് ഇവിടെ സാധനം വാങ്ങിച്ചിട്ടൊന്നല്ലേ ഇത്? ഞാൻ കഴിക്കോ? അല്ലെങ്കിൽ ഞാൻ കഴിക്കൂലല്ലോ. ഒന്നാമത്തെ കാര്യം എനിക്ക് എൻ്റെ കാലിന് ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അല്ല എൻ്റെ വർക്കിംഗ് ടൈം ഇപ്പോൾ ഇതിൽ വ്യത്യാസവും ടൈം കൂടുതലൊക്കെയാണ്. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട് എനിക്ക്. അതായത് എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും വർക്ക് ഉണ്ട് എനിക്ക്. കഴിയുമ്പോഴും 9 മണിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാണ്ട് ഇതേപോലെ ഇതിൽ കുറച്ച് സമയങ്ങളൊക്കെ ഇട്ടോളൂ. പക്ഷേ എന്നാലും നമ്മൾ ഇനി തുടർന്ന് എന്തായാലും വീഡിയോ ഉണ്ടാകും. കാരണം വെച്ചാൽ നമുക്ക് അത് എടുത്തില്ലെങ്കിൽ പറ്റില്ല. അതാണ് കാര്യം. അപ്പോൾ അതേ നമ്മൾ ഈ വീഡിയോ എന്ത് ചെയ്യാണ്ടി പോണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മൾ ലിഗമെന്റിനെ കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം സംഭവം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോഡ്സൺ ഇനി ആരോഗ്യവാനായിട്ട് ഇനി വരട്ടെ ഇനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യാണ്ടി പോയാണ്. അപ്പോൾ എല്ലായിടത്തും പറഞ്ഞ പോലെ എന്താ പറഞ്ഞത്, ലാസ്റ്റ് വീഡിയോ എല്ലാം പറഞ്ഞ പോലെ എന്താ പറഞ്ഞിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഓക്കെ ബൈ.